Vekha and welcome back. So ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്. ബിക്കോസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണതാണ് ഫുൾ ബോഡി കെയർ അണ്ടർ ₹100. ഞാൻ കുറച്ച് നെർവസ് ആണ്, കാരണം ഇതുപോലത്തെ തരികട സംഭവങ്ങൾ സ്കിന്നിൽ പരീക്ഷിച്ചിട്ട് കുറച്ച് നാളായി. ബട്ട് ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് ചാലഞ്ച് ഫോർ യു ഗൈസ്. പ്ലസ് ഈ വീഡിയോ കുറച്ച് കൂടുതൽ ടീനേജർ ഫ്രണ്ട്ലി സൈഡിലോട്ടാണ്. സോ യെസ്, അപ്പോൾ നേരെ വേക്കണം നമുക്ക് വേഗം ഇതിനകത്ത് ബോഡി കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഐറ്റം ആണ് ഈ ഒരു ഖാദി നാച്ചുറൽസിന്റെ ആപ്രിക്കോട്ട് സ്ക്രബ് സോപ്പ്. കുറച്ച് യൂണിക് കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് വൺ സൈഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ജെലി സോപ്പ് സൈഡ് ആണ്, ആൻഡ് അതർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബി പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള സ്ക്രബ് ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ. സോ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ നന്നായിട്ട് നനച്ചു, എന്നിട്ട് ഞാൻ എന്നെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത വരുത്താനായിട്ട് നോക്കിയിട്ട്. അപ്പം അത്യാവശ്യം നല്ല പതയൊക്കെ വരണുണ്ടായിരുന്നു, ആൻഡ് സ്മെൽ ശരിക്കും പൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ജെലി സൈഡിലെ ഗ്രീൻ സൈഡ് അത് വെച്ചിട്ട് ഞാൻ നോർമലി ഇങ്ങനെ സോപ്പ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഹെർബൽ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്, വളരെ റിഫ്രഷിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ക്ലീനിങ് ആയിട്ട് വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് ഫീൽ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റേതായിരുന്നു സ്ക്രബി സൈഡ്, അത് യൂസ് ചെയ്തപ്പോൾ വളരെ റഫായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതിനില്ലേ നന്നായിട്ട് നമ്മളൊന്ന് വെള്ളം മിക്സ് ആക്കി ഇങ്ങനെ പതപ്പിച്ചെടുക്കൂല. അപ്പോൾ സ്ക്രബി പാർട്ടിക്കിളും കൂടെ നോർമൽ ആയിട്ടുള്ള ഒരു സോപ്പി സൈഡിൻ്റെ കൂടെ വരും. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റെ സ്കിൻ ക്ലീൻ ആവണതായിട്ട് കാണുന്നുണ്ടായിരുന്നു. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവുന്നുണ്ടായിരുന്നു ഗൈസ്, ആസ് യു ഗൈസ് ക്യാൻ സീ. കാരണം ചെളിയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു കാണും, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ആൻഡ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡ്രൈ ഔട്ടും ആക്കണില്ല. നെക്സ്റ്റ് ആണ് ഈ ഒരു ലക്സ് ബോഡി വാഷ് ഇൻ ദ വേരിയൻറ്റ് സ്കിൻ ഡിറ്റോക്സ് വിത്ത് അലോവേറ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറായിട്ടാണ് അവർ കൊടുത്തേക്കണത് കേട്ടോ. സംഭവം അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ആൻഡ് ഇത് യൂസ് ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി ഒരു ലൂഫ വേണമായിരുന്നു അണ്ടർ ബഡ്ജറ്റ്. സോ അണ്ടർ 100 എനിക്ക് ഈ ഒരു ലൂഫ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കടകളിൽ നിന്ന് നമുക്ക് കിട്ടും, പക്ഷേ ഈ ഒരു ലൂഫ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതർവൈസ് ഞാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ലൂഫാസ് കുറേ നാളായിട്ട് യൂസ് ചെയ്യാറില്ല. ബട്ട് ദിസ് വൺ ഇസ് റിയലി ഗുഡ്. ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് നനച്ചതിന് ശേഷം കുറച്ച് ബോഡി വാഷ് ജസ്റ്റ് ആവശ്യമുള്ളൂ, ആസ് യു ഗൈസ് ക്യാൻ സീ. എന്നിട്ട് സ്മെല്ലെടുത്തപ്പോൾ ഒരു രക്ഷയില്ല ഗൈസ്, വളരെ റിഫ്രഷിംഗ് ആയിരുന്നു. ബിക്കോസ് ഇതിനകത്ത് അലോവേറ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. സോ യെസ്, അപ്പോൾ നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം ഞാൻ അത് യൂസ് ചെയ്യുമ്പോൾ ലൂഫ വളരെ ഡെലിക്കേറ്റ് ആയിരുന്നു, വെച്ചാൽ നല്ല ജെന്റിലായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യായിരുന്നു. ഇനി ഒരു ബോഡി വാഷും ഒട്ടുമേ ഹാർഷല്ല, വളരെ ജെന്റിലായിട്ടായിരുന്നു കേട്ടോ. സ്കിൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഈ കൈകൾ ഉണ്ടാവില്ല, അത് നന്നായിട്ട് ഡ്രൈ ഔട്ട് ഫീൽ ആവും. പക്ഷെ ഇതിനകത്ത് ആ ഒരു കേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ലൂഫ് എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഒന്നാമതേ കുട്ടി സൈസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് സുഖമായിട്ട് വാഷ് ആയി പോകണ്ടായിരുന്നു. സോപ്പ് അതിൽ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഉണക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ആവണതാണ്. ആൻഡ് ഈ ഒരു ബോഡി വാഷ് സൂപ്പറാണ്. നൗ കംസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് അവർ ടുഡേയ്സ് ബോഡി കെയർ, വിച്ച് ഈസ് ഫുഡ് കെയർ. ആൻഡ് ഓരോരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും തോറും ഞാൻ ഷോക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോ ഫസ്റ്റ് വൺ ആണ് ഈ ഒരു വാദി ഹെർബൽസിൻ്റെ ഫുഡ് സ്ക്രബ്. കാണാൻ കുറച്ചുള്ളൂ, കുട്ടി ടബാണ്, പക്ഷെ വർക്കിംഗ് പൊളിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നന്നായിട്ട് സോക്ഡ് ആയിട്ടിരിക്കണ ഫീറ്റുമേ ആയിരിക്കും ഇത് യൂസ് ചെയ്യണം ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ ഓൾറെഡി കുളിച്ച് കഴിഞ്ഞതാണല്ലോ ഞാൻ, അതുകൊണ്ട് എൻ്റെ സ്കിൻ നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞ് ഇങ്ങനെ കുതിർന്നിരിക്കുകയാണ്. സോ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ആ ഒരു ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഫോർ ലൈക്ക് 3 to 4 അല്ലെങ്കിൽ 4 to 5 minutes. ഞാൻ അത്ര നോക്കിയില്ല, കൈ കളിക്കുന്നവരെ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഇതൊരു 3 to 4 times യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഫുഡ് കെയർ നമ്മൾ മന്ത്ലി ട്വൈസ് അല്ലെങ്കിൽ മാക്സിമം പോയ ത്രൈസേ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസും അമേസിംഗ് ആണ്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇതൊരു പോളി പ്രൊഡക്റ്റ് ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ നിങ്ങളുടെ സ്കിൻ ശരിക്കും നന്നായിട്ട് കുതിർന്നിരിക്കണം, എന്നാൽ ഇത് നന്നായിട്ട് വർക്ക് ആവുള്ളൂ. സംഭവം ഭയങ്കര സ്ക്രബി പാർട്ടിക്കിൾസ് ഇതിനകത്ത് ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര ഹോപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ യൂസ് ചെയ്ത് വന്ന് അത് കഴുകിയപ്പോൾ എൻ്റെ കാല് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തെറ്റിദ്ധാരണ തോന്നി. ബാക്കിയുള്ള റെസിഡ്യൂസ് കംപ്ലീറ്റ്ലി വാഷ് ചെയ്തതിന് ശേഷം ഫുഡ് കെയറിൻ്റെ അണ്ടറിൽ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഉണ്ട് ഗൈസ്, വിച്ച് ഇസ് ദിസ് ഫുഡ് സ്ക്രബ് സ്റ്റോൺ പാഡൽ ട്ടാ. കളർ പൊളിയല്ലേ? യെസ്, അത് കണ്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് മൈൻഡ് ബ്ലോയിങ്, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് നനയ്ക്കുക. അതാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഓൾറെഡി നന്നായിട്ട് നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ് നമ്മുടെ ഫുഡ് സ്ക്രബ് ആയിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം കാലസിനെ റിമൂവ് ചെയ്യാനായിട്ട്. കാലസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിണ്ട് കീറില്ലേ, അപ്പോൾ അതുപോലെ ആ ഒരു പൊട്ടിയിരിക്കുന്ന ആ ഒരു സ്കിന്നിനെ, ഡെഡ് സ്കിൻസിനെയാണ് നമ്മൾ പറയുക കാലസ് എന്നുള്ളത്. ഇങ്ങനെ കട്ടിയായിട്ട് വരൂലേ, അപ്പോൾ അതിനാണ് നമ്മൾ കാലസ് എന്ന് പറയുക. അപ്പോൾ ഇത് വെച്ചിട്ട് അത് നന്നായിട്ട് റിമൂവ് ആവണതാണ്. അപ്പോൾ നിങ്ങൾ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ സിഗ്സാഗ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മോഷനിൽ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. മേക്ക് ഷുവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ടോസിൻ്റെ അടിയിൽ, നമ്മുടെ വിരലുകളുടെ അടിയിലും കാലസ് കളക്ട് ആവണതാണ്. അപ്പോൾ ഇഗ്നോർ ചെയ്ത് അത് കൂടി വരും. അപ്പോൾ നന്നായിട്ട് ഇതേ കണ്ട, ആസ് യു ഗൈസ് ക്യാൻ സീ, നന്നായിട്ട് കാലസിന് ഇത് റിമൂവ് ചെയ്യണതാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇത് ഒട്ടുമേ ഹാർഷല്ല, ഇത് വളരെ ജെന്റലി യെറ്റ് പൊളി
ആയിട്ട് നമ്മുടെ കാലസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് വളരെ അമേസിംഗ് ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം സ്റ്റോണിനെ ഞാൻ ആദ്യം വാഷ് ചെയ്തു. എൻ്റെ ലെഗ്സിനെ ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ലെഗ്സ് ഇവിടെ കൊട്ടപ്പായിട്ടുണ്ട്. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. നമ്മുടെ ഫുഡ് കെയറിൽ ഇനി വരാൻ പോണ സ്റ്റെപ്സും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് കാലുകൾ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അവർ നനവായിട്ടിരിക്കുമ്പോൾ വേണം ബാക്കിയുള്ള സ്റ്റെപ്സ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം ഈ സമയത്ത് നെയിൽസ് ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയല്ലേ. സോ കുറച്ച് നെയിൽ കെയറും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്കില്ലേ കൈകളുടെ വിരലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വിടർത്തി വെക്കാൻ പറ്റും, മനസ്സിലായോ? പക്ഷെ കാലിൻ്റെ വിരലുകൾ നമുക്കങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി സ്പേസ് വിടിയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ കാലുകൾക്ക് വേണ്ടിയുള്ള ഈ ഒരു സംഭവമായിട്ട് ഈ ഒരു ടൂള്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ₹100 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ട്രൈ. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. സോ യെസ്, അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സംഭവം പൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വിരലുകളിൽ കുറച്ചും കൂടെ കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ബൈ ദ ബൈ ഈ ഒരു നെയിൽ കട്ടറും ₹100 അത് നിങ്ങൾക്ക് ഏത് കടയിലും കിട്ടും, ഐ നോ. ബട്ട് ഈ ഒരു നെയിൽ കട്ടർ വളരെ കുട്ടിയാണ്, പക്ഷേ ഒരു രക്ഷയില്ലാത്തതാണ് ഇത് സംഭവം കേട്ടോ. നന്നായിട്ട് ഷാർപ്പാണ് ആൻഡ് പ്രിസൈസ് ആയിട്ട് നെയിൽസിനെ കട്ട് ചെയ്യേണ്ടായിരുന്നു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി എത്ര ചെറിയ നെയിൽ കട്ടർ എന്ന് പറഞ്ഞാൽ അത്രയും നന്നായിട്ട് നമുക്ക് നെയിൽസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ആ ഒരു സംഭവം, ആ പിങ്കി സംഭവം ഇല്ലേ, നമ്മൾ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത സാധനം, അത് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ഗൈസ് കാലുമേന്ന് എന്തോരം സ്ട്രെസ്സാണ് റിലീസായെന്നറിയാമോ. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പെർഫോം ആയെന്നുള്ളത്, പക്ഷേ ശരിക്കും പൊളി വർക്കിംഗ് ആയിരുന്നു കേട്ടോ. ആൻഡ് അതിൻ്റെ കൂടെ ഞാൻ നെയിൽസിനെ ഫൈലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചാൽ മതി, വില ₹10-20 കൊടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ദെൻ കംസ് ദിസ് ഹിമാലയ ഫുഡ് ക്രീം. എനിക്ക് ഹോപ്പ് അത്ര ഉണ്ടായിരുന്നില്ല, കാരണം പണ്ട് ഒരിക്കൽ ഇത് യൂസ് ചെയ്ത് ക്രാക്ഡ് ഹീൽസിന് വേണ്ടി എനിക്ക് അത്രയും വർക്ക് ആയില്ലായിരുന്നു. പക്ഷേ ഈ ഫുഡ് ക്രീം പോളിയായിട്ട് എനിക്ക് വർക്കായി ഗൈസ്. ആൻഡ് ഇത് ഒട്ടുമേ ഗ്രീസി ഓയിലി അല്ല, പക്ഷേ സ്കിന്ന് നന്നായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്കിൻ ബേബി സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് യെസ് നമ്മുടെ ഏജ് അനുസരിച്ചുള്ള രീതിയിൽ ശരിക്കും ഇത് കാലുകളെ സോഫ്റ്റ് ആക്കണ്ടായിരുന്നു, എന്നുവെച്ചാൽ ബ്യൂട്ടിഫുൾ ആക്കണ്ടായിരുന്നു. ആസ് യു ഗൈസ് കെൻ സീ പട്ടുപോലെ കാല്. സാധാരണ അരമണിക്കൂർ സോപ്പുകളുള്ള ബക്കറ്റിൽ മുക്കി വെച്ചാൽ പോലും എനിക്ക് ഇത്രയും നല്ല റിസൾട്ട്സ് കിട്ടാറില്ല. അണ്ടർ ബഡ്ജറ്റിൽ ജസ്റ്റ് കുറച്ച് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എടുത്താൽ പോലും നല്ല പെഡിക്യൂർ നമുക്ക് ചെയ്യാം അല്ലേ. ഐ എം വെരി എക്സൈറ്റഡ്. ഇനി ഞാൻ ഇതെന്തായാലും കണ്ടിന്യൂ ചെയ്യണതാണ്. ബോഡി കെയർ എന്ന് പറഞ്ഞിട്ട് ബോഡി ലോഷൻ വിടാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ എൻ്റെ നേച്ചർ എസെൻസിൻ്റെ കോക്കോ ബ്രൈറ്റ് ബോഡി ലോഷൻ, ഐ നോ ക്വാണ്ടിറ്റി കുറവാണ്, അത് തന്നെ പറയാം എൻ്റെ സ്മെൽ അമേസിങ് ആണ്. പക്ഷേ ടീനേജേഴ്സ് ഇത് യൂസ് ചെയ്യണമെങ്കിൽ 2 ആഴ്ച വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനെ നോർമൽ രീതിയിൽ യൂസ് ചെയ്യാം. എന്നാൽ ഒരാഴ്ചയും കൂടെ നീട്ടിക്കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഇതിനെ മുക്കി പിഴിയേണ്ടി വരും. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു മസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ, കാരണം വളരെ കുട്ടി പ്രൊഡക്റ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ പെർഫോമൻസ് അമേസിംഗ് ആണ്, നന്നായിട്ട് മോയ്സ്ചറൈസിംഗ് ആണ്. ആസ് യു ഗൈസ് ക്യാൻ സീ ശരിക്കും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. ഹാൻഡ് ക്രീം നോക്കി വന്നപ്പോൾ $100 എനിക്ക് ഈ ഒരു നിവ്യ മെൻ ക്രീമൊക്കെ കിട്ടിയത്. ആൻഡ് ദിസ് ഈസ് ഫോർ ഫേസ്, ബോഡി, ഹാൻഡ്സ് എല്ലാം കൂടെ ആയിട്ടുള്ള മൾട്ടി പർപ്പസ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായും മടിയന്മാരായിട്ടുള്ള ആണുങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഗൈസ് എനിക്കും ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിനും ഹെയറിനും ബോഡിക്കും നഖങ്ങൾക്കും പല്ലിനൊക്കെ ഒറ്റ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്ത് വേണം? പ്ലീസ് ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കൂ. ആൻഡ് ഇതിൻ്റെ സ്മെല്ലും നല്ല രസമായിരുന്നു. ആ ഒരു നിവ്യയുടെ സൺസ്ക്രീൻ ബോഡി ലോഷനും കൂടെ ഞാൻ എത്തിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയത് ഈ ഒരു കുട്ടി ബോട്ടിലാണ് ഹിമാലയയുടെ. അതും ഇതിനകത്ത് SPF 15 മാത്രമേ ഉള്ളൂ. ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം SPF കുറവാണ്, ക്വാണ്ടിറ്റിയും ഒട്ടുമില്ല. അപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതിൽ ഒരു അർത്ഥമില്ല, പൈസ ചിലവഴിക്കാമെന്ന് മാത്രം. അപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഐറ്റമിൻ്റെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റണതാണ്. പക്ഷേ യെസ്, നമുക്കിവിടെ പെർഫ്യൂമായിട്ട് കോബ്ര പെർഫ്യൂം കിട്ടിയിട്ടുണ്ട്. ആൻഡ് കോബ്രയുടെ തന്നെ ആ ഒരു ഷേപ്പും ആ ഒരു ബോൾഡ് ലുക്ക് നോക്കിയേ ഗൈസ്. ആദ്യം ഇതിനൊന്ന് സ്മെല്ല് ചെയ്തപ്പോഴും ഇല്ല എനിക്ക് എൻ്റെ അണ്ണാക്കടിച്ച് പോയത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫാനായി മാറി. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, സ്മെല്ല് ശരിക്കും പോളിയായിട്ട് എനിക്ക് തോന്നിയിട്ട്. ആൻഡ് വിയർപ്പിനോട് മിക്സ് ചെയ്തപ്പോൾ ഒരു വെളിപ്പം സ്മെല്ലും ഉണ്ടായിരുന്നില്ല, പൊളി സ്മെൽ. ഇതായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രൊഡക്ട്സ് ഇതേ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. ടാഗ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ഞാൻ ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഗൈസ് വേഗം ലൈക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ അണ്ടർ ₹100 ഹെയർ കെയർ ചലഞ്ച് ചെയ്യണമെങ്കിൽ ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. അപ്പോൾ നമുക്ക് വേഗം ആ വീഡിയോ ചെയ്യാം. ഐ എം വെരി എക്സൈറ്റഡ്. ചാനലിനെ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ, അടിപൊളി ബോഡി കെയർ ചെയ്തുകൊണ്ട് എല്ലാവരും റോൾ അടിച്ചോട്ടെ. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോലെ പേരാണ് ശ്വേത. താങ്ക് യു സോ മച്ച് ശ്വേത ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചാനൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ പോയിട്ട് കമന്റ് ചെയ്യുക മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.